മണവാട്ടി എത്ര ദേവാലയത്തിൽ വരുമാനം അടയ്ക്കണം? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. എൻ്റെ സ്വന്തം പള്ളിയിൽ ഞാൻ വിവാഹ വരുമാനം അടയ്ക്കണമോ എന്നുള്ള ചോദ്യത്തിന് അതിന് താഴെ ഒരു കമൻറ്റ് കിടപ്പുണ്ട്. ആ കമൻറ്റിനുള്ള മറുപടി ഉൾപ്പെടെയായിട്ടാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിലെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പൊതുയോഗം കണ്ടുപിടിച്ച, അല്ല സഭ കണ്ടുപിടിച്ചല്ല, പൊതുയോഗം കണ്ടുപിടിച്ച ഒരു ചെറിയ നടപടിയാണ്. ഒരു കാലത്ത് സ്ത്രീധനത്തിൻ്റെ 1%, 2% കൊടുക്കുന്നൊരു പാരമ്പര്യത്തിൽ നിന്ന് ഇപ്പോൾ അതിന് പെർട്ടിക്കുലറായി 5,000, 10,000, 15,000 അതൊക്കെ അതാത് പള്ളികൾ തീരുമാനിക്കുന്ന ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പള്ളിയുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി തന്നെയാണ്. അത് ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല. അത് പെൺകുട്ടിയും ആൺകുട്ടിയും അടയ്ക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാൽ പെൺകുട്ടി അടയ്ക്കണ്ട എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ ചർച്ച് ആൻഡ് ജനറൽ ബോഡി. ദേവാലയത്തെ ആശ്രയിച്ചും ആ പൊതുയോഗത്തെ ആശ്രയിച്ചിരിക്കും. ചില ദേവാലയങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയാൽ വേണ്ടെന്ന് വെക്കാം. പൊതുയോഗം ചിലർക്ക് എക്സെപ്ഷൻ കൊടുത്താൽ അതും വേണ്ടെന്ന് വെക്കാം. എന്നാൽ ഇത് ഉള്ള ദേവാലയങ്ങളുണ്ട്. അപ്പം അവിടെയാണ് ഈ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ചോദിച്ചിരിക്കുന്നത്. ഏത് ദേവാലയത്തിൽ, അതായത് പെൺകുട്ടി ജനിച്ചു വളർന്ന ദേവാലയത്തിലും അടയ്ക്കേണ്ടത് ന്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി പറയട്ടെ, ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ അടച്ചാൽ മതി, ഒരു സംശയമില്ല. ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ അടച്ചാൽ മതി. അത് സ്വന്തം ദേവാലയത്തിൽ അടയ്ക്കുക. എവിടെയാണോ ജനിച്ചു വളർന്നത് ആ ദേവാലയത്തിൽ അടയ്ക്കുക. കാരണം അതൊരു ദക്ഷിണ കൊടുത്ത് ഇറങ്ങി വരുന്ന പോലെ, മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുത്ത് ഇറങ്ങി വരുന്ന പോലെ, അനുവാദം മേടിച്ചിറങ്ങി വരുന്ന പോലെ. നമുക്കല്ലേ ഇപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുമ്പം അതിനകത്ത് വെറ്റിലയ്ക്കകത്ത് പാക്ക് വെച്ച് കൊടുക്കുന്നു. അതിനകത്ത് പണം വെച്ച് അവർക്കൊരു കാണിക്ക കൊടുക്കുകയാണ്. കാണിക്ക കൊടുത്ത് അനുവാദം മേടിക്കുകയാണ്. അത് പിന്നെ എന്നെപ്പോലുള്ളവർക്ക് ഗുരുദക്ഷിണ കിട്ടുമ്പോൾ അതിനകത്ത് പൈസ വെക്കാറുണ്ട്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതുപോലെ എല്ലാവരും കൊടുത്ത് നമ്മൾ അനുവാദം മേടിക്കുന്നു എന്ന് തന്നെയാണ്. അതുപോലെ പള്ളിക്ക് കൊടുത്ത് അനുവാദം മേടിച്ച് ആ പള്ളിയിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. മണവാളിന് അതുപോലെ തന്നെ കൊടുത്ത് അനുവാദം മേടിച്ച് ഇറങ്ങുകയാണ്. അല്ലാതെ മണവാളൻ്റെ പള്ളിയിൽ വരും, അല്ലെ ഏത് പള്ളിയിൽ വെച്ചാണോ വിവാഹം നടക്കുന്നത് ആ പള്ളിയിൽ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇത് പല സ്ഥലങ്ങളിലും ഭയങ്കര വഴക്കുണ്ടാകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ അവിടെ ചെയ്യുന്ന എന്താ, അവിടെ ഒരു സംഭാവന കൊടുക്കുക. ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഇവിടെ നോക്കിക്കോണം എന്നുള്ള രീതിയിൽ ഒരു സംഭാവന കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാ പള്ളിയുടെ കീഴ്വഴക്കമായിട്ട്. ഒരു പള്ളിയിൽ ഇത്ര രൂപ എന്ന് പറയില്ല എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഇനി ഏതിൽ പൊതുയോഗം അങ്ങനെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ പൊതുയോഗത്തിൻ്റെ തീരുമാനമാണ്, അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാധാരണ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അതാ പള്ളിയുടെ ഇതിന് വേണ്ടി ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞ് ഒരു ഫീസ് അടയ്ക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അത് സ്വീകരിക്കാം. അല്ലാതെ ക്യാമറ ഫോട്ടോ അതിനെല്ലാം അവർ വെച്ചേക്കുന്ന ഫീസ് അടയ്ക്കണം. പക്ഷെ വിഹിതം പോലെ അടയ്ക്കുന്നത് ആ പള്ളിയിൽ ഒരു സംഭാവന കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇത്ര രൂപ എന്ന് നിർബന്ധം പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇതെല്ലാം നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ബാലൻസിങ്ങിൻ്റെ ഭാഗമാണ്. ഇടവ പൊതുയോഗത്തിൽ പോയി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇടവ പൊതുയോഗത്തിൽ പോയിരുന്നു ഇതിനെ നമുക്ക് കുറയ്ക്കാമല്ലോ. നമ്മൾ പോകാതിരിക്കുന്നതല്ലേ. എൻ്റെ പള്ളിയിൽ പോലും, ഇപ്പോൾ ഒരു കൊച്ചു പള്ളിയാണെങ്കിൽ പോലും ഇടവ പൊതുയോഗം വിളിച്ചാൽ 10 വീട്ടുകാരെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരാതിരിക്കും. അവരാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളവർ. ഞാൻ സാധാരണ നടത്തുന്ന പൊതുയോഗത്തിലൊക്കെ കുടിശ്ശിക നോക്കാതെ ഇടാൻ ശ്രമിക്കാറുണ്ട്. അന്നേരം പോലും വരില്ല എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമയത്ത് ഈ ആലോചനകൾ പറയുകയും എടുക്കുകയും ചെയ്യാം. എന്തായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. 2 ഇടങ്ങളിലും, അതായത് മണവാട്ടി ജനിച്ചു വളർന്ന ദേവാലയത്തിലും മണവാളൻ്റെ ദേവാലയത്തിലും ഒരുപോലെ വരുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരിടത്ത് മതിയാവും. ആ കൊടുക്കുന്നത് മണവാട്ടി ജനിച്ചു വളർന്ന ദേവാലയത്തിലാണ്. അവിടുന്ന് ഇതിലേക്ക് പോകും. ഇതിന് നേരെ മറിച്ച് ചിലപ്പം ചില പെൺകുട്ടികൾ ദേശകുറി മേടിക്കാതെ വരികയാണെന്ന് കൂട്ടി. ഇപ്പോൾ ഉദാഹരണം
മറ്റൊരു സഭയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ആ കുട്ടി ദേശകുറി മേടിക്കാതെ നമ്മുടെ പള്ളിയിലോട്ട് വരുന്ന എഴുത്ത് മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പള്ളിയിലേക്ക് ചേരുകയാണ്. അങ്ങനെ ചേരുകയാണെങ്കിൽ അവിടെ ചിലപ്പം വിവാഹ വരുമാനം കൊടുക്കേണ്ടി വരും. അതെല്ലാം ഇടവക പൊതുയോഗത്തിൻ്റെ തീരുമാനമാണ്. സഭയ്ക്ക് അങ്ങനെ നിർബന്ധമായി അതിനകത്തില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴേ, സത്യമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന പോലെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ടെന്നും അത്ര ബോധ്യമില്ല എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അതെനിക്ക് എന്നാലാകുന്ന വിധം പരിഹരിച്ചു തരാനായിട്ട് സാധിക്കും, ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.